നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 40-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. എന്നെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. യെരൂശലേമിനോട് ആദരവോടെ സംസാരിച്ച് അവളുടെ യുദ്ധസേവ കഴിഞ്ഞും അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും അവൾ തന്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചുമിരിക്കുന്നുവെന്ന് അവളോട് വിളിച്ചു പറവീൻ. കേട്ട ഒരുത്തൻ വിളിച്ച് പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവീൻ. നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവീൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താഴ്ന്നും വരേണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും. സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായിലോ അരുളി ചെയ്തിരിക്കുന്നത്. കേട്ടോ, വിളിച്ചു പറയുക എന്ന് ഒരുത്തൻ പറയുന്നു. എന്ത് വിളിച്ചു പറയേണ്ടു എന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. അതെ, ജനം പുല്ല് തന്നെ. പുല്ല് ഉണങ്ങുന്നു, പൂ വാടുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. സുവാർത്ത ദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്ത ദൂതിയായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദ നഗരങ്ങളോട്, ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറയുക. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. അവന്റെ ഭുജം അവനു വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. ഒരിടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിൽ എടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. തന്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഡിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്യുന്നവനാർ? യഹോവയുടെ മനസ്സ് ആരാഞ്ഞ് അറിയുകയോ അവന് മന്ത്രിയായിരിക്കുകയോ അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവനാർ? അവനെ ഉപദേശിച്ച് ന്യായത്തിന്റെ പാതയെ പഠിപ്പിക്കുകയും അവനെ പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിന്റെ മാർഗം കാണിക്കുകയും ചെയ്തു കൊടുക്കേണ്ടതിന് അവൻ ആരോടാകുന്നു ആലോചന കഴിച്ചത്? ഈ ജാതികൾ തുലാക്കൊട്ടയിലെ ഒരു തുള്ളി പോലെയും തുലാസിലെ ഒരു പൊടി പോലെയും അവന് തോന്നുന്നു. ഇതാ അവൻ ദ്വീപുകളെ ഒരു മണൽത്തരിയെ പോലെ എടുത്ത് പൊക്കുന്നു. യെശയ്യാപ്രവചനം 40-ാം അധ്യായം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന അധ്യായമാണ്. വളരെ പ്രസിദ്ധങ്ങളായ ഒട്ടുവളരെ വാക്യങ്ങളുള്ള ഒരു അധ്യായമാണ് യെശയ്യാപ്രവചനം 40-ാം അധ്യായം. ഇതിലൊരുപാട് ശാസ്ത്രീയ സത്യങ്ങളും ഇല്ലാതില്ല. കാരണം ക്രിസ്തുവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഈ പുസ്തകത്തിൽ 40-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ അവൻ ഭൂമണ്ഡലത്തിന്റെ മേൽ അധിവസിക്കുന്നു. ഭൂമി മണ്ഡലാകൃതിയുള്ളതാണ്, അതായത് വൃത്താകൃതിയുള്ളതാണ് എന്ന് ശാസ്ത്രം പിച്ചവയ്ക്കുന്നതിന് മുൻപേ ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്. യെശയ്യാവ് ഒരു ശാസ്ത്രജ്ഞനോ അങ്ങനെ വിദ്യാസമ്പന്നനോ ആയിരുന്നില്ല. പക്ഷേ സർവജ്ഞാനിയായ ദൈവം പറയുകയാണ് ഭൂമി ഒരു ഗോളമാണ്. പക്ഷേ സഭാചരിത്രത്തിൽ പോലും ആളുകൾ ഭൂമി പരന്നതാണ് എന്ന് വിചാരിച്ചിരുന്നു. ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞവരെ കൽത്തുറുങ്കിൽ അടച്ചിട്ട് പോലുമുണ്ട്. പക്ഷെ ബൈബിളിന് മാറ്റം വരികയില്ല. അതിലെഴുതിയിരിക്കുകയാണ് ദ സർക്കിൾ ഓഫ് ദ എർത്ത്, ഭൂമണ്ഡലം. അതുപോലെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വളരെ പ്രസിദ്ധങ്ങളാണ്. ഞാനത് ഒന്നുകൂടെ വായിക്കാം. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. അവന്റെ ഭുജം അവനു വേണ്ടി ഭരണം ചെയ്യുന്നു.
ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. 11-ാം വാക്യം, ഒരിടയനെപ്പോലെ അവൻ തന്റെ ആട്ടിൻ കൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. 12-ാം വാക്യം, തന്റെ ഉള്ളം കൈകൊണ്ട് വെള്ളമളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എളുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവൻ ആര്? ഇനി അതിന്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ കൂടെ ഞാൻ വായിക്കുന്നു. നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടല്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതുകളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയം അത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുകയും ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവം മനുഷ്യനായി വരുന്നതിന് മുന്നോടിയായി യോഹന്നാൻ സ്നാപകൻ വന്നു പ്രസംഗിക്കും എന്ന പ്രവചനമാണ് 3-ാം വാക്യം. ഇതാ ഒരുത്തൻ വിളിച്ച് പറയുന്നത് കേട്ടോ, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവീൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരേണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. മരുഭൂമിയിൽ ഒരാൾ വിളിച്ചു പറയും, എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുവെന്ന്. പണ്ടൊക്കെ രാജാക്കന്മാര് എഴുന്നള്ളുമ്പോൾ മുന്നോടിയായിട്ട് ചിലര് പറയും, ഇതാ രാജാവ് പുറകെ വരുന്നു, വഴിയൊരുക്കുക, വഴിമാറുക എന്നൊക്കെ. മർക്കോസ് മത്തായിയുടെ സുവിശേഷം 3:3, മർക്കോസ് 1:3, ലൂക്കോസ് 3:4, യോഹന്നാൻ 1:23 ഈ ഭാഗങ്ങളിലെല്ലാം ഈ യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം യോഹന്നാൻ സ്നാപകനെ കുറിച്ചായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ 6, 7, 8 വാക്യങ്ങളിൽ നാം കാണുന്നത് അതും പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, കേട്ടോ വിളിച്ചു പറക എന്നൊരുത്തൻ പറയുന്നു, സകല ജഡവും പുല്ലുപോലെ, അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുമ്പോൾ പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. അതെ, ജനം പുല്ല് തന്നെ, പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ഈ കാര്യം പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 24, 25 വാക്യങ്ങളിൽ പത്രോസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എന്നും നിലനിൽക്കും, അത് പുല്ലുപോലെ ഉണങ്ങി വാടിപ്പോകുന്നതല്ല എന്ന്. 27-ാം വാക്യം, ഇസ്രായേല് കഷ്ടത്തിന്റെ സമയത്ത് ദൈവത്തെ സംശയിച്ചതിനെ ദൈവം ശാസിക്കുക. എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നു എന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്തതെന്ത്? അപ്പോൾ അശൂരിന്റെ നിരോധനം, അതുമൂലം നാട്ടിലുണ്ടായ പട്ടിണി, ജനത്തിനുണ്ടായ നിരാശ, ഇത് നിമിത്തം ദൈവം അവരെ മറന്നു എന്ന് അവർ ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യോബിന് സാമ്പത്തിക നഷ്ടമുണ്ടായി, പുത്രമരണങ്ങളുണ്ടായി, ആരോഗ്യനഷ്ടമുണ്ടായി. പക്ഷെ ദൈവം മറന്നതായിട്ട് ഒരിക്കലും യോബ് പറഞ്ഞിട്ട്, ഇതിലൊക്കെ ദൈവത്തിന് ഉദ്ദേശമുണ്ട് എന്നാണ് യോബ് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ സുഖകാലത്ത് പാട്ടും പ്രാർത്ഥനയും വലിയ സുവിശേഷ വേലയുമൊക്കെ, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കമോ കഷ്ടതയോ വന്നാൽ പിന്നെ പാട്ടുമില്ല, പ്രാർത്ഥനയില്ല, പിന്നെ സ്തോത്രകാഴ്ചയില്ല, സുവിശേഷ വേലയില്ല. അതല്ല, എല്ലാ കാലത്തും സന്തോഷത്തോടെ ഇരിക്കാൻ നമുക്ക് സാധിക്കണം, ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് സാധിക്കണം, നിരാശപ്പെടാതെ ഇരിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 1-ാം വാക്യത്തിൽ പറയുന്നത്, യെരൂശലേമിനെ ആശ്വസിപ്പിപ്പീൻ, ആശ്വസിപ്പിപ്പീൻ. കാരണം എന്താ? അവരുടെ കഷ്ടങ്ങള് തീരാൻ പോകുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അത് ഇന്ന് യെരൂശലേമിന്റെ കഷ്ടങ്ങൾ താൽക്കാലികമായി തീരുന്ന ആ ഒരു കാര്യം മാത്രമല്ല. ദൈവരാജ്യം യെരൂശലേം ആസ്ഥാനമാക്കി കർത്താവ് മടങ്ങി വന്ന് ദൈവരാജ്യം സ്ഥാപിക്കും. ആ കാര്യം കൂടെയാണ് അവിടെ അർത്ഥമാക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ മാറാത്തതാണ്, പുല്ലുപോലെ വാടിപ്പോകുന്നത് അല്ല എന്നും ദൈവം അവരെ ഒരിടയനെ പോലെ, അതായത് തലയാടുകളെ പതുക്കെ നടത്തുകയും കുഞ്ഞാടുകളെ ഭുജത്തിൽ വഹിക്കുകയും ചെയ്തുകൊണ്ട്
ദൈവം തൻ്റെ ജനത്തെ, ഇസ്രായേലിനെയും ഒപ്പം സഭയെയും ദൈവം നടത്തും, പരിപാലിക്കും. അതാണ് 11-ാം വാക്യം. ദൈവത്തിൻ്റെ സർവശക്തിയും സർവവ്യാപകത്വവുമാണ് 12-ാം വാക്യം. കാരണം ദൈവം ഭൂമിയിലെ പൊടിയെ അത് ഒരു നാഴി കൊള്ളിക്കുന്നവനാണെന്നാണ്. വെള്ളത്തെയൊക്കെ ഒരു പാത്രത്തിൽ കൊള്ളിക്കുന്നവനാണ്. കാരണം അത്ര വലിയവനാണ് ദൈവം എന്നാണ്. ദൈവത്തിന് മുമ്പാകെ ഭൂമി വളരെ ചെറുതാണ്, ഗോളങ്ങൾ വളരെ ചെറുതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. 13-14 വാക്യങ്ങൾ ദൈവത്തിൻ്റെ സർവജ്ഞാനമാണ്. അവന് മന്ത്രിയായിരുന്ന അവനെ ഗ്രഹിപ്പിക്കാൻ പറ്റുമോ? അതിൻ്റെ ആവശ്യമുണ്ടോ? അവൻ സർവജ്ഞാനിയാണ് എന്നാണ്. പിന്നെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് ദൈവജനത്തെ, പ്രത്യേകിച്ച് ഇസ്രായേലിനെ നിന്ദിച്ച ജാതികൾ ദൈവമുമ്പാകെ വെറും പൊടിയാണ് എന്നാണ്. അങ്ങനെയുള്ള ദ്വീപുകളെ ദൈവം തൂത്തെറിയും എന്നാണ്. 18-ാം വാക്യം, ജാതികൾ, ദൈവമില്ലാത്ത ജാതികൾക്ക് വിവരമില്ല. അവര് മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും പിന്നെ പൊടിഞ്ഞു പോകാത്ത തടികൊണ്ടുമൊക്കെ അവര് കൈകൊണ്ട് വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയിട്ട് അതാണ് ഞങ്ങളെ സൃഷ്ടിച്ച ദൈവം, ഈ മണ്ണാണ്, ഈ കല്ലാണ്, ഈ തടിയാണ് ഞങ്ങളെ പരിപാലിക്കുന്നത് എന്ന് പറയുന്നു. എന്തോ ഒരു പോഷത്വം എന്ന് ദൈവം തന്നെ ചോദിക്കുകയാണ്. വന്നാൽ നിങ്ങൾ നിരാശപ്പെടരുത്, ദൈവം മറന്നു എന്ന് വിചാരിക്കരുത്, ദൈവത്തിന് ശക്തി ജ്ഞാനവുമില്ല എന്ന് കരുതരുത്. ഇതിലൊന്നും ദൈവത്തെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. കാത്തിരിക്കുക. യോബ് പറഞ്ഞു, അവനെന്നെ കൊന്നാലും ഞാൻ അവനായിട്ട് കാത്തിരിക്കും. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. നമ്മുടെ കഷ്ടങ്ങളിൽ പറയണം, കർത്താവ് ജീവിക്കുന്നു, കർത്താവിനെ സ്നേഹിക്കുന്നു, അവനെ മറന്നിട്ടില്ല എന്ന് പറഞ്ഞ് അവനായി കാത്തിരുന്നാൽ ശക്തി ഉണ്ടാകും. ചിറകടിച്ച് കയറാൻ, ഉയരാൻ നമുക്ക് സാധിക്കും. അതാണ് യെശയ്യാപ്രവചനം 40 നൽകുന്ന സന്ദേശം. പ്രിയപ്പെട്ടവരെ, ഈ കാലത്ത് ജീവിക്കുന്ന നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ, പ്രയാസമുണ്ട്. പക്ഷെ കർത്താവ് മറന്നുവെന്ന് വിചാരിക്കരുത്. കർത്താവ് അറിഞ്ഞിട്ടാണ് നമ്മുടെ തലയിലെ മുടി പോലും കൊഴിയുന്നത് അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതുകൊണ്ട് അവനായി കാത്തിരിക്കാൻ, അവനെ മാത്രം സ്നേഹിക്കാൻ, ഭയപ്പെടാൻ, ആശ്രയിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.